Welcome back. In this video, I am going to explain about list. So, list എന്ന് പറയുമ്പോൾ നമ്മുടെ തേർഡ് മൊഡ്യൂളിൻ്റെ പോർഷനാണ്. ലിസ്റ്റ് എന്ന് പറയുന്നത് ഡാറ്റ വാല്യൂസിൻ്റെ ഓർഡർഡ് സെറ്റിനെ പറയുന്ന പേരാണ് ലിസ്റ്റ്. അപ്പോൾ ഈ ലിസ്റ്റിൽ ഉള്ള ആ വാല്യൂസിനെ പറയുന്ന പേരാണ് എലമെൻറ്റ്സ് അല്ലെങ്കിൽ ഐറ്റംസ്. ഇതിൻ്റെ ലോജിക്കൽ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ സ്ട്രിങ്ങിന് സിമിലർ ആയിരിക്കും. ലിസ്റ്റിലുള്ള ഓരോ എലമെൻറ്റ്സിനും അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് ഇൻഡെക്സ് ഉണ്ടാവും. നമ്മൾ കമ്പ്യൂട്ടർ സയൻസ് പഠിച്ച സ്റ്റുഡൻസിനൊക്കെ ആണെങ്കിൽ അറിയാം, അറേയിലെ ഇൻഡെക്സ് വാല്യൂ പോലെ തന്നെ അത് അതിൻ്റെ പൊസിഷൻ്റെ ബേസിസിലാണ് നമ്മൾ ഈ ഇൻഡെക്സ് വാല്യൂ പറയുന്നത്. സ്ട്രിങ്സ് പോലെയല്ല, ഇതിൽ നമുക്ക് സ്ട്രിങ്ങിലെന്ന് പറയുമ്പോൾ ഒരു ക്യാരക്ടറാണ്, പക്ഷേ ലിസ്റ്റിൽ ഡിഫറെൻറ്റ് ഡാറ്റ ടൈപ്സിനെ ഒരുമിച്ച് നമുക്കൊരു സിംഗിൾ ലിസ്റ്റിൽ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് പറ്റും. ക്രിയേറ്റിംഗ് എ ലിസ്റ്റ്, എങ്ങനെയാണ് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. സ്ക്വയർ ബ്രാക്കറ്റിൽ എൻക്ലോസ് ചെയ്യുന്ന എന്തും നമ്മൾ ലിസ്റ്റ് എന്ന് പറയും. അപ്പോൾ എക്സാമ്പിളായിട്ട് നോക്കാം. ന്യൂ ലിസ്റ്റ്, ലിസ്റ്റിൻ്റെ പേരാണ് ഈക്വൽ ടു സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ അകത്ത് 10, ഡബിൾ കോട്ട്സിൽ ഹൈ 3.14. പ്രിൻ്റ് ന്യൂ ലിസ്റ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ അകത്ത് അങ്ങനെ തന്നെ പ്രിൻ്റ് വരും. ദെൻ 2, 4, പിന്നെ വേറൊരു സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ അകത്ത് 1, 3. ഇത് നെസ്റ്റഡ് ലിസ്റ്റിന് എക്സാമ്പിളാണ്. ഒരു ലിസ്റ്റിൻ്റെ അകത്ത് വേറെ ലിസ്റ്റ് വരുമ്പോൾ അതിനെ പറയുന്ന പേരാണ് നെസ്റ്റഡ് ലിസ്റ്റ്. ഇനി ലിസ്റ്റിൽ എലമെൻറ്റ്സ് ഒന്നും ഇല്ല എന്ന് വിചാരിക്കുക, അതിനെ നമ്മൾ പറയുന്ന പേരാണ് എം ടി ലിസ്റ്റ്. നെക്സ്റ്റ് റേഞ്ച് ഫംഗ്ഷനും ലിസ്റ്റ് ഫംഗ്ഷനും യൂസ് ചെയ്തിട്ടുള്ള എക്സാമ്പിൾസ് ആണ്. ഇതിൽ നമ്മൾ ഡിജിറ്റ്സ് ഈസ് ഈക്വൽ ടു ലിസ്റ്റ് റേഞ്ച് ഓഫ് 10, അതിൻ്റെ മീനിങ് 0 തൊട്ട് 9 വരെ ഡിസ്പ്ലേ വരാനായിട്ടാണ്. അപ്പോൾ പ്രിൻ്റ് ഡിജിറ്റ്സ് എന്ന് പറയുമ്പോൾ 0 തൊട്ടിട്ട് 9 വരെ സെപ്പറേറ്റ് ചെയ്ത് ലിസ്റ്റിൻ്റെ ഫോർമാറ്റിൽ നമുക്ക് പ്രിൻ്റ് വരും. ദെൻ നാച്ചുറൽസ് ലിസ്റ്റ് റേഞ്ച് ഓഫ് 1, 11, മീനിങ് 1ൽ സ്റ്റാർട്ട് ചെയ്ത് 10 വരെ എന്നാണ് മീനിങ്. അത് ലിസ്റ്റിൻ്റെ ഓർഡറിൽ പ്രിൻ്റ് വരും. ദെൻ 10, 50, 5 പറയുമ്പോൾ 10ൽ സ്റ്റാർട്ട് ചെയ്യണം, 49 വരെ 5 വീതം സ്കിപ്പ് ചെയ്യണം. ദെൻ നെക്സ്റ്റ് നമുക്ക് len എന്ന് പറയുന്ന ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത് ലെങ്ത്ത് ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ്. അതായത് സെപ്പറേറ്റ് ചെയ്ത് എത്ര വാല്യൂസ് ഉണ്ടോ ലിസ്റ്റിൻ്റെ അകത്ത് അതാണ് അതിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത്. ഇപ്പോൾ എക്സാമ്പിളിൽ C, Java, Python, C++, 4 എണ്ണാണുള്ളത്. സോ 4. നെസ്റ്റഡ് ലിസ്റ്റിനെ ഒന്നായിട്ടാണ് കൺസിഡർ ചെയ്യുക. സോ ദോശ, ചപ്പാത്തി, ദെൻ ഒരു നെസ്റ്റഡ് ലിസ്റ്റ്, അപ്പോൾ അതിൻ്റെ ലെങ്ത്ത് 3 ആയിട്ട് വരും. ദെൻ നെക്സ്റ്റ് ആണ് ആക്സസിങ് ലിസ്റ്റ് എലമെൻറ്റ്സ് ആൻഡ് ട്രാവേഴ്സൽസ്. ലിസ്റ്റ് എലമെൻറ്റ്സിൽ നമുക്കതിൻ്റെ പൊസിഷൻ വെച്ചിട്ടാണ് പറയാൻ പറ്റുക. സോ ഫസ്റ്റ് പൊസിഷനിലുള്ളത് 0th എലമെൻ്റ് ആണ്. അപ്പോൾ ന്യൂ നെസ്റ്റ് ഓഫ് 0 എന്ന് പറഞ്ഞാൽ 0th പൊസിഷനിലെ എലമെൻറ്റ് വരും. ദെൻ 2 പറഞ്ഞു കഴിഞ്ഞാൽ 0, 1, 2 സെക്കൻഡ് പൊസിഷനിൽ നെസ്റ്റഡ് ലിസ്റ്റാണ് ഉള്ളത്. പ്രിൻ്റ് ന്യൂവെസ്റ്റ് ഓഫ് -1 എന്ന് പറഞ്ഞാൽ റൈറ്റ് മോസ്റ്റ് എൻഡിൽ നിന്ന് ഫസ്റ്റ് പ്ലേസിലുള്ളത് പ്രിൻ്റ് വരും. പ്രിൻ്റ് ന്യൂ നെസ്റ്റ് ഓഫ് 4 എന്ന് പറഞ്ഞാൽ 4th പൊസിഷൻ. ഇപ്പോൾ ഇവിടെ 0, 1, 2, 3 വരെയുള്ളൂ. അപ്പോൾ 4th പൊസിഷനിൽ എലമെൻ്റ് ഇല്ല, അപ്പോൾ എറർ ആവും. ന്യൂ നെസ്റ്റ് ഓഫ് 5 - 4 എന്ന് പറഞ്ഞാൽ 1 ആണ്, ഫസ്റ്റ് പൊസിഷനിലത് 20 പ്രിൻ്റ് ആവും. ന്യൂ നെസ്റ്റ് ഓഫ് 1.0 നമ്മളിവിടെ ഫ്ലോട്ടിംഗ് വാല്യൂ കൊടുത്തിരിക്കുന്നത്, അപ്പോൾ എറർ ആയിരിക്കും നമ്മുടെ റിസൾട്ട് എന്ന് പറയുന്നത്. പ്രിൻ്റ് ന്യൂ നെസ്റ്റ് ഓഫ് -5 റൈറ്റ് സൈഡിൽ നിന്ന് 5th എലമെൻറ്റ്, അപ്പോൾ റൈറ്റ് സൈഡിൽ നിന്ന് 5th എലമെൻറ്റ് നമുക്കില്ല, അതുകൊണ്ട് അതിൻ്റെ വാല്യൂ എന്തായിരിക്കും, എറർ ആയിരിക്കും. നമുക്ക് റൈറ്റ് സൈഡിൽ നിന്ന് 4 എലമെൻറ്റ്സ് ആണ് വരുന്നത്. അത്രയാണ് ഈ എക്സാമ്പിളിൽ പറയാനുള്ളത്. ദെൻ ഇനി നമുക്ക് ലിസ്റ്റ് അല്ല വെറുതെ ട്രാവേഴ്സിങ് ചെയ്യാനാണെങ്കിൽ 4 യൂസ് ചെയ്യാം. അപ്പോൾ 4 P ഇൻ പ്രൈം, പ്രിൻ്റ് P, എൻഡ് എന്ന് പറയുമ്പോൾ നമുക്ക് എൻഡ് യൂസ് ചെയ്യുന്നത് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ പ്രിൻ്റ് വരാനായിട്ടാണ്. ജസ്റ്റ് നമ്മുടെ നോർമൽ ലിസ്റ്റ് കോമയൊന്നും ഇല്ല, സ്ക്വയർ ബ്രാക്കറ്റ് ഇല്ലാതെ പ്രിൻ്റ് വരണമെങ്കിൽ അതിനെയാണ് നമ്മൾ ഫോർ ലൂപ്പ് യൂസ് ചെയ്യുന്നത്. അങ്ങനെ ജസ്റ്റ് വിസിറ്റിംഗ് ചെയ്യുന്നതിനെ പറയുന്ന പേരാണ് ട്രാവേഴ്സൽ. നെക്സ്റ്റ് ആണ് ലിസ്റ്റ് കോംപ്രിഹെൻഷൻ. ഓൾറെഡി ഉള്ള ലിസ്റ്റിൽ നിന്ന് പുതിയ ലിസ്റ്റിനെ ക്രിയേറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് ലിസ്റ്റ് കോംപ്രിഹെൻഷൻ. നമ്മൾക്കപ്പോൾ നമ്പേഴ്സ് എന്ന് പറയുന്ന ഒരു സെറ്റുണ്ട്, അതിൽ നമ്മൾ ഓടെന്ന് പറയുന്ന പുതിയ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പോവുക. അത് നമുക്ക് അറിയാം, നം മോഡ് 2 നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ അത് ഓഡ് നമ്പേഴ്സ് ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ഫോർമാറ്റ് നം ഫോർ നം ഇൻ നമ്പേഴ്സ് ഇഫ് നം മോഡ് 2 നോട്ട് ഈക്വൽ ടു 0. ദെൻ പ്രിൻ്റ് ഓഡ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ലിസ്റ്റിൽ ഓഡ് നമ്പേഴ്സ് മാത്രം ലിസ്റ്റായിട്ട് പ്രിൻ്റ് വരും. ഇനി നമുക്ക് ഒരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യണം, 2 ഡിജിറ്റ് ഈവൻ നമ്പേഴ്സിൻ്റെ ആണെന്ന് വിചാരിക്കാം. അപ്പോൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കോംപ്രിഹെൻഷനാണ് നെക്സ്റ്റ് പറയുന്നത്.
ഈവൻ 2 ഡിജിറ്റ് എന്ന് കൊടുത്തു. അപ്പോൾ 10 തൊട്ട് 100 വരെയുള്ള റേഞ്ച് കൊടുത്തു. അതിൽ നം മോഡ് 2 ഈക്വൽ ടു 0 ആണെങ്കിൽ ഈവൻ നമ്പർ ആയിരിക്കും. അപ്പോൾ നമുക്കറിയാം 100 ഇൻക്ലൂഡ് ചെയ്യൂല, 99 വരെയുള്ള വാല്യൂസാണ് എടുക്കുക. സോ ലാസ്റ്റ് നമ്പർ വിൽ ബി 98. എക്സാമ്പിളിൽ 20 വരെയുള്ള 5ൻ്റെ മൾട്ടിപ്പിൾസ് എടുത്തിട്ട് 5ൻ്റെ മൾട്ടിപ്പിൾസ് ആണെങ്കിൽ -1 പ്രിൻറ്റ് വരണം, അല്ലാത്ത കേസിൽ ആ റിമൈൻഡർ പ്രിൻറ്റ് വരണം. അപ്പോൾ നം മോഡ് 5 നോട്ട് ഈക്വൽ ടു 0 എൽസ് -1 ഫോർ നം ഇൻ റേഞ്ച് 20 എന്ന് കൊടുത്തിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് ആണ് ലിസ്റ്റ് ഓപ്പറേഷൻസ്. പ്ലസ് ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ കോൺകാറ്റനേറ്റ് ആണ്, അതായത് രണ്ട് ലിസ്റ്റിനെ ഒരുമിച്ചാക്കാൻ വേണ്ടിയിട്ട്. പ്രൈമിൻ്റെ ലിസ്റ്റും ഉണ്ട്, കോമ്പോസിറ്റിൻ്റെ ലിസ്റ്റും ഉണ്ട്, രണ്ടും കൂടി ഒരുമിച്ചാക്കിയിട്ടുണ്ട്. ഓപ്പറേഷനാണ്, എത്ര പ്രാവശ്യമാണോ അത്രയും പ്രാവശ്യം അത് മൾട്ടിപ്പിളായിട്ട് പ്രിൻറ്റ് വരും. ഇപ്പോൾ ബൈനറി ഇൻറ്റു 4 0 1 എന്ന് പറയുന്നത് 4 പ്രാവശ്യം പ്രിൻറ്റ് വന്നു. ദെൻ നെക്സ്റ്റ് ഈക്വൽ ടു, ഡബിൾ ഈക്വൽ ടു എന്ന് പറയുമ്പോൾ രണ്ട് ലിസ്റ്റ് സെയിം ആണോ, ഓരോ പൊസിഷനും നോക്കും. ഓരോ പൊസിഷനും സെയിം ആണെങ്കിൽ മാത്രം ട്രൂ വരും, അല്ലെങ്കിൽ ഫോൾസ് വരും. ദെൻ വേറെയും റിലേഷണൽ ഓപ്പറേറ്റർ നമുക്ക് ഗ്രേറ്റർ ദാനോ ലെസ് ദാനോ നോക്കാം. ഇതെല്ലാം അതെ, ഈച്ച് ആൻഡ് എവറി പൊസിഷൻ നോക്കി എല്ലാം ഗ്രേറ്റർ ആണെങ്കിൽ മാത്രം ട്രൂ വരും, അല്ലെങ്കിൽ ഫോൾസ് ആയിരിക്കും. അതുപോലെ തന്നെയാണ് ലെസ് ദാൻ്റെ കണ്ടീഷൻസ് വരുന്നത്. ഓരോ 0th ഇൻഡെക്സ് ഫസ്റ്റ് ഇൻഡെക്സിൽ ഫസ്റ്റ്, അങ്ങനെ ഓരോന്നും ലൈൻ 1 by 1 നോക്കിയിട്ടാണ്. കറക്റ്റ് ആണെങ്കിൽ മാത്രം ട്രൂ പ്രിൻ്റ് വരും. മെമ്പർഷിപ്പ് ഓപ്പറേഷൻ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇതിൽ നമ്മൾ ഈവൻ എന്ന് പറയുന്നതും കോമ്പോസിറ്റ് എന്ന് പറയുന്നതും രണ്ട് ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. പ്രിൻ്റ് 2 ഇൻ ഈവൻ, 2 എന്ന് പറയുന്ന എലമെൻറ്റ് ഈവനിലുണ്ട്. സോ പ്രിൻ്റ് ചെയ്യുമ്പോൾ ട്രൂ ആയിരിക്കും ഔട്ട്പുട്ട്. പ്രിൻ്റ് ട്രൂ ഇൻ കോമ്പോസിറ്റിൽ 2 ഉണ്ടോ, ഇല്ല. അപ്പോൾ 2 ഇല്ലാത്തതുകൊണ്ട് ഫോൾസ് ആയിരിക്കും നമ്മുടെ റിസൾട്ട് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പ്രിൻ്റ് 3 നോട്ട് ഇൻ കോമ്പോസിറ്റിൽ ഇല്ലല്ലോ, അപ്പോൾ ട്രൂ ആയിരിക്കും. ദെൻ ലിസ്റ്റ് സ്ലൈസസ്, ലിസ്റ്റിനെ നമ്മൾ സ്മോൾ പീസസ് ആക്കുന്നതിനെയാണ് സ്ലൈസസ് എന്ന് പറയാം. ഇപ്പോൾ ഒരു സീക്വൻസ് എന്ന് പറയുന്ന ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് പ്രിൻറ്റ് സീക്വൻസ് കോളൻ കൊടുത്തു കഴിഞ്ഞാൽ ആ ലിസ്റ്റ് അങ്ങനെ തന്നെ പ്രിൻറ്റ് വരും. 1:4 പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് എലമെൻറ്റ് തൊട്ട് തേർഡ് എലമെൻറ്റ് വരെ, അതായത് 1 2 3. ദെൻ :3 പറഞ്ഞു കഴിഞ്ഞാൽ 3 വരെയുള്ളത്, അപ്പോൾ 0th ഫസ്റ്റ് സെക്കൻഡ്. 3: പറഞ്ഞു കഴിഞ്ഞാൽ 3 തൊട്ടിട്ട് ബാക്കിയുള്ളത്. ദെൻ ലിസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം മ്യൂട്ടബിളാണ്, അതായത് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. ഈവൻ എന്ന് പറയുന്ന ലിസ്റ്റ് കൊടുത്തു, ഈവൻ ഓഫ് 2 എന്ന് പറഞ്ഞാൽ 6 ആക്കാൻ റീപ്ലേസ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ സെക്കൻഡ് പൊസിഷനിലുള്ള എലമെൻറ്റ് 6 ആയിട്ട് റീപ്ലേസ് ആവും. അതേപോലെ തന്നെ നെസ്റ്റഡ് ലിസ്റ്റ് വെച്ച് റീപ്ലേസ്മെൻറ്റ് കൊടുത്തിരിക്കുന്ന ഒരു എക്സാമ്പിൾ കൂടെ തന്നിട്ടുണ്ട്. സ്ലൈസ് ഓപ്പറേറ്റർ ആൻഡ് മ്യൂട്ടേഷൻസ് ആണ്, അത് രണ്ടും കൂടെ ഒരുമിച്ച് കാണിച്ചിട്ടുണ്ട്. സ്ലൈസിങ് കൊടുത്തിട്ട് 4 to 6 ഇൻ ബിറ്റ്വീനുള്ളത് 5th എലമെൻ്റ് അല്ലേ, അപ്പോൾ 5th എലമെൻറ്റിൻ്റെ പ്ലേസിൽ 29 31 പ്ലേസ് ചെയ്യാനാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ 13 17 19 23 അങ്ങനെ തന്നെ വന്നു. അതിനുശേഷം 29ഉം 31ഉം വന്നു. ദെൻ 37ഉം 41ഉം വന്നു. ദെൻ ഓഡ് 1 3 5 8, ഓഡ് 3 to 4ൽ 7 പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 3ഉം 5ഉം കഴിഞ്ഞിട്ടുള്ള എലമെൻറ്റ് 8 റീപ്ലേസ് ആയിട്ട് 7 വന്നു. ഇൻസേർട്ടിങ് എലമെൻ്റ് എന്ന് പറയുമ്പോൾ ഈ സ്ലൈസിൽ ഇൻ ബിറ്റ്വീൻ എലമെൻറ്റിനെ ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എക്സാമ്പിളിൽ പ്രൈം 4 to 4 11 പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കണ്ട 4th പൊസിഷനിൽ 11 ഇൻസേർട്ടായി. സെയിം വേയിൽ 1 to 1, അതായത് 0 കഴിഞ്ഞ് ഫസ്റ്റ് പൊസിഷനിൽ നമ്മൾ 4ഉം 6ഉം 8ഉം, അപ്പോൾ 0th പൊസിഷനിലെ 2 അങ്ങനെ തന്നെ എഴുതി. ഫസ്റ്റ് പൊസിഷനിൽ 4ഉം 6ഉം 8ഉം വന്നതിന് ശേഷം 10ഉം 12ഉം എഴുതി. അതാണ് ഇൻസേർട്ടിങ് എന്ന് പറയുമ്പോൾ. നെക്സ്റ്റ് ആണ് റിമൂവിങ്. ഓൾറെഡി ഉള്ള ലിസ്റ്റിൽ നിന്ന് ഒരു എലമെൻറ്റിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കോമ്പോസിറ്റ് 3 to 4 എന്ന് പറയുമ്പോൾ തേർഡ് പൊസിഷനിലുള്ള, അതായത് 0 1 2 3 9th എന്ന് പറയുന്ന എലമെൻറ്റ് റിമൂവ് ആവും. 2 to 4 പറയുമ്പോൾ 0 1 2ഉം 3ഉം 33ഉം 35ഉം റിമൂവ് ആവും. ദെൻ യൂസിങ് DL കീവേഡ്, നമുക്ക് ഡിലീറ്റ് എന്നുള്ള കീവേഡ് യൂസ് ചെയ്തിട്ടും ഡയറക്റ്റ്ലി ഡിലീറ്റ് ചെയ്യാം. DL കോമ്പോസിറ്റ് ഓഫ് 3 എന്ന് പറയുമ്പോൾ 0 1 2 3 9 ഡിലീറ്റായി. 2 to 4 ഇതേപോലെ തന്നെ DL കീവേഡ് യൂസ് ചെയ്തിട്ടുള്ള എക്സാമ്പിളാണ് ആ കാണിച്ചിരിക്കുന്നത്. നെക്സ്റ്റ് ആണ് ലിസ്റ്റ് മെത്തേഡ്. നമ്മൾക്ക് ഇൻസേർട്ടിങ്ങിൻ്റെയും റിമൂവിൻ്റെയും ഒക്കെ കുറേ ഫങ്ഷൻസ് ആയിട്ടുണ്ട്. അതാണിത്. ഇപ്പോൾ L.ഇൻഡെക്സ് എലമെൻറ്റ്, അത് കറസ്പോണ്ടിങ് ഇൻഡെക്സ് പൊസിഷൻ തരും. അങ്ങനത്തെ ഒരു എലമെൻ്റ് ഇല്ലെങ്കിൽ എറർ ആയിരിക്കും. L.ഇൻസേർട്ട് പൊസിഷൻ എലമെൻറ്റ്, ഇൻസേർട്ട് എന്ന് പറയുന്ന ഫംഗ്ഷൻ യൂസ് ചെയ്ത് പൊസിഷനും എലമെൻറ്റും കൊടുത്താൽ നമുക്ക് ഇൻസേർട്ട് ചെയ്യാം. L.അപ്പൻഡ്, നമുക്ക് ഒരെണ്ണത്തിന് അപ്പൻഡ് ചെയ്യാൻ. L.എക്സ്റ്റെൻഡ്
എലമെൻറ്റ്സിന് എൻഡിലേക്ക് എക്സ്റ്റെൻഡ് ആവും. ദെൻ എൽ ഡോട്ട് റിമൂവ് കറസ്പോണ്ടിങ് എലമെൻറ്റിനെ റിമൂവ് ചെയ്യും. എൽ ഡോട്ട് പോപ്പ് ലിസ്റ്റിൻ്റെ ആ എലമെൻറ്റിനെ റിമൂവ് ചെയ്ത് എൻഡിലുള്ള എലമെൻറ്റിന് റിട്ടേൺ ചെയ്യും. എൽ ഡോട്ട് പോപ്പ് ഓഫ് പൊസിഷൻ കറസ്പോണ്ടിങ് പൊസിഷനിലായിരിക്കും അത്. എൽ ഡോട്ട് കൗണ്ട് നമ്പർ ഓഫ് ടൈംസ് ആ എലമെൻറ്റ് എത്ര പ്രാവശ്യം വരുന്നുണ്ടെന്ന് കൗണ്ട് ചെയ്ത് പറയും. എൽ ഡോട്ട് സോർട്ട് ചെയ്യാൻ. എൽ ഡോട്ട് റിവേഴ്സ് ഓർഡറിൽ പ്രിൻ്റ് ആക്കാൻ വേണ്ടിയിട്ട്. അതിൻ്റെ ഓരോ എക്സാമ്പിൾസാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഫസ്റ്റ് നമ്മൾ പ്രിൻ്റ് ഇൻഡെക്സ് ഓഫ് 1 ഈസ് 1ൻ്റെ ഇൻഡെക്സ് എത്രയാണ്? 0 1 2 3 4 ഫോർത്ത് പൊസിഷനിലാണ് നിൽക്കുന്നത്. സോ ഇൻഡെക്സ് ഓഫ് 1 ഈസ് 4 എന്ന് പ്രിൻ്റ് വന്നു. ദെൻ എ ഡോട്ട് ഇൻസേർട്ട് 2,4587 സെക്കൻഡ് പൊസിഷനിലേക്ക് 4587 ആഡ് ചെയ്യാൻ പറഞ്ഞു. അതേപോലെ 8th പൊസിഷനിലേക്ക് -55 ഇൻസേർട്ട് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഇപ്പോൾ ഓൾറെഡി സെക്കൻഡ് പൊസിഷനിൽ 333 നിൽക്കുന്നത്. അപ്പോൾ ആ സെക്കൻഡ് പൊസിഷനിൽ കണ്ടോ 4587 വന്ന് 333 നെക്സ്റ്റ് പൊസിഷനിലേക്ക് മാറി. 8th പൊസിഷൻ എന്ന് പറയുമ്പോൾ ലാസ്റ്റ് പ്ലേസ് ആണ്, അവിടെ -55 വന്നു. എ ഡോട്ട് അപ്പറ്റ് 200 എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി അറ്റ് ദി എൻഡിലേക്ക് 200 വന്നു. സോർട്ടിങ് പറയുമ്പോൾ അതിനെ സ്മോൾ ടു ബിഗ് സോർട്ട് ചെയ്തു. എക്സ്റ്റെൻഡ് പറയുമ്പോൾ നമ്മൾ ആ എലമെൻറ്റ്സിനെ എക്സ്റ്റെൻഡ് ചെയ്തു. ഇപ്പോൾ ബി എന്ന് പറയുന്ന പുതിയൊരു ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ എ എന്ന് പറയുന്ന എലമെൻറ്റിൻ്റെ ലിസ്റ്റിൻ്റെ എൻഡിലേക്ക് ബി എന്ന് പറയുന്ന ആ ലിസ്റ്റ് അങ്ങനെ തന്നെ എക്സ്റ്റെൻഡ് ചെയ്തു. എ ഡോട്ട് റിമൂവ് 1 ഫസ്റ്റ് പൊസിഷനിലുള്ള എലമെൻറ്റ് റിമൂവ് ആയി, അതായത് 1 റിമൂവ് ആയിട്ടുള്ള ആൻസറാണ്. എ ഡോട്ട് റിമൂവ് 333 രണ്ട് സ്ഥലത്തുണ്ട്. 333 റിമൂവ് ആയി. ഫസ്റ്റ് 333 റിമൂവ് ആയി. എ ഡോട്ട് പോപ്പ് നമ്മൾ ലിസ്റ്റ് ചെയ്യുന്ന എലമെൻറ്റിനെ പോപ്പ് ചെയ്യുവാണ്. അപ്പോൾ ലാസ്റ്റ് എലമെൻറ്റിനെ പോപ്പ് ചെയ്യുന്ന 18 എന്ന് പറയുന്ന എലമെൻറ്റ്. എ ഡോട്ട് പോപ്പ് ഓഫ് 6 പറഞ്ഞാൽ 6th പൊസിഷനിലുള്ള എലമെൻറ്റിനെ പോപ്പ് ചെയ്യും. ദെൻ ഒക്കറൻസ് നോക്കിയിട്ടുണ്ട്. 7 എത്ര പ്രാവശ്യം ഒക്കർ ചെയ്യുന്നു കാണിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് ആണ് ലിസ്റ്റ് ആൻഡ് ഫങ്ഷൻസ്. ഡെഫ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഫങ്ഷനെ ഡിഫൈൻ ചെയ്യുവാണ്. പ്രിൻ്റ് ടോപ്പ് 3 ബ്രാക്കറ്റിൽ ലിസ്റ്റിലോട്ട് സോർട്ട് കൊടുത്തിട്ടുണ്ട്. ലിസ്റ്റിലോട്ട് റിവേഴ്സ് കൊടുത്തിട്ടുണ്ട്. റേഞ്ച് 3, അതായത് നമ്മൾ കൊടുക്കുന്ന ലിസ്റ്റിനെ സോർട്ട് ചെയ്യും. എന്നിട്ട് റിവേഴ്സ് ഓർഡറിലാക്കിയിട്ട് ഫസ്റ്റ് 3 നമ്പർ പ്രിൻറ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ മൈ ലിസ്റ്റിൽ ഇൻപുട്ട് കൊടുത്തിട്ടുണ്ട്. അതിനെ സോർട്ട് ചെയ്തതിന് ശേഷം റിവേഴ്സ് ഓർഡറിലാക്കി. എന്നിട്ട് അതിൽ നിന്ന് 0 1 2 3 പൊസിഷനിലുള്ള എലമെൻറ്റ്സ്, അതായത് 100 78 50 അത് 3 പ്രിൻറ്റ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ആണ് സ്ട്രിങ്സ് ആൻഡ് ലിസ്റ്റ്. ഇതിൽ നമുക്ക് ഒരു സ്ട്രിങ്ങിൽ നിന്ന് ലിസ്റ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ നമ്മൾ ഇതിൻ്റെ അകത്ത് ഒരു സ്ട്രിങ് കൊടുത്തു, 2 വേർഡ്സ്. അതിൽ ഓരോ സ്പെല്ലിങ്സും ഇൻഡിവിജ്വലി കോമ സെപ്പറേറ്റ് ചെയ്ത് പ്രിൻ്റ് വന്നു. ജസ്റ്റ് നമ്മൾ പ്രിൻ്റ് STRLIST ലിസ്റ്റിൻ്റെ പേര് കൊടുത്താൽ മതി. സെയിം തന്നെ നമ്മൾ രണ്ടായിട്ടാണ് കൊടുക്കേണ്ടതെങ്കിൽ str.split ഫംഗ്ഷൻ യൂസ് ചെയ്യുക. അപ്പോൾ 2 എന്നുള്ളതൊരു ലിസ്റ്റും വേർഡ്സ് എന്നുള്ളൊരു ലിസ്റ്റുമായിട്ട് വരും. ഇനി ഡി എക്സാമ്പിളിൽ നമ്മൾ സ്പേസ് വച്ചിട്ടാണ് നമ്മൾ സ്പ്ലിറ്റ് ചെയ്തത്. അതിന് പറയുന്ന പേരാണ് ഡീലിമിറ്റർ. ഇനി നമുക്ക് ക്യാരക്ടർ വച്ചിട്ട് എന്ത് ചെയ്യാം? സ്പ്ലിറ്റ് കൊടുക്കാം. ഇതിലപ്പോൾ W എന്ന് പറയുന്ന ആൽഫബറ്റ് വച്ചിട്ടാണ് സ്പ്ലിറ്റിംഗ് വന്നിരിക്കുന്നത്. അപ്പോൾ T, ദെൻ W പോയിട്ട് O, ദെൻ വേർഡ്സിൻ്റെ W പോയിട്ട് ORDS, അങ്ങനെ 3 നമുക്ക് ആ ലിസ്റ്റിൽ 3 കോമ സെപ്പറേറ്റ് ചെയ്തിട്ട് എലമെൻറ്റ്സ് ആയിട്ട് വരും. ഇനി WO ആണെങ്കിലോ ഫസ്റ്റത്തെ T മാത്രം, ദെൻ നെക്സ്റ്റ് സ്പേസ്, പിന്നെ WO പോയിട്ട് റിമൈനിങ് RDS. അങ്ങനെയാണ് ഇതിൽ സ്പ്ലിറ്റിംഗ് എന്ന് പറയുന്ന ഫങ്ഷൻ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സ്പ്ലിറ്റ് ചെയ്തതുപോലെ തന്നെ ഇനി നമുക്ക് ഒരു ലിസ്റ്റിലെ എലമെൻറ്റ്സിനെ ജോയിൻ ചെയ്യാം. അതിന് വേണ്ടുന്ന കീവേഡാണ് ജോയിൻ. അപ്പോൾ വേർഡ് ലിസ്റ്റ് എന്ന് പറയുന്നതിൽ 3, വേർഡ്, സ്ട്രിങ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ സെപ്പ് എന്ന് പറയുന്നത് സ്പേസ് ആണ് കൊടുത്തിരിക്കുന്നത്. സെപ്പ് ഡോട്ട് ജോയിൻ എന്ന് പറയുമ്പോൾ ഈ 3 എലമെൻറ്റ്സും ഇൻ ബിറ്റ്വീനിൽ സ്പേസ് ഇട്ട് അതൊരൊറ്റ എലമെൻ്റായിട്ട് മാറും. അതായത് 3 സ്പേസ് വേർഡ് സ്പേസ് സ്ട്രിങ് എന്ന് പ്രിൻ്റ് വന്നിരിക്കുന്നതായിട്ട് കാണാം. ഇനി നമ്മൾ ആ സെപ്പ് എന്ന് പറയുന്ന സ്പേസ് മാറ്റി ഹൈഫൻ ആക്കി നോക്കുക. നമ്മുടെ ഔട്ട്പുട്ടിൽ കണ്ടോ 3 വേർഡ് സ്ട്രിങ്, അതായത് ആ ജോയിൻ ചെയ്ത കണക്ടർ നമ്മളിപ്പോൾ ഈ കൊടുത്ത ഹൈഫനായി മാറിയിട്ടുണ്ട്. നെക്സ്റ്റ് ആണ് ലിസ്റ്റ് ഓഫ് ലിസ്റ്റ്. ഒരു ലിസ്റ്റിൻ്റെ അകത്ത് വീണ്ടും ലിസ്റ്റുകൾ വരുന്നതിനെ പറയുന്ന പേരാണ് ലിസ്റ്റ് ഓഫ് ലിസ്റ്റ്. എക്സാമ്പിളിൽ
സെൽട്ട് ഈക്വൽ ടു ലോൽ 1. അപ്പോൾ 15 എന്ന് പറയുന്ന ലിസ്റ്റ് ഉണ്ട്. അതിൽ വീണ്ടും ഫസ്റ്റ് പൊസിഷൻ കോൾ ചെയ്യുമ്പോൾ നമുക്ക് 0 1 വരുമ്പോൾ 9 ആണ് ഫസ്റ്റ് പൊസിഷനിലുള്ളത്. അപ്പോൾ 9 പ്രിൻ്റ് വരും. നെക്സ്റ്റ് ലിസ്റ്റിനെ നമുക്ക് മെട്രിക്സിനെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാം. ഇതിൽ മെട്രിക്സിനെ നമ്മൾ ഓരോ റോ വൈസ് ആണ് ഇൻഡിവിജ്വൽ ലിസ്റ്റായിട്ട് കാണിച്ചിരിക്കുന്നത്. ഇനി നമ്മൾക്ക് റോ ആയിട്ട് പ്രിൻ്റ് വരണമെങ്കിൽ ഡയറക്റ്റ് മെട്രിക്സ് 2 എന്ന് പറഞ്ഞാൽ സെക്കൻഡ് പൊസിഷനിലുള്ള ആ ഒരു എലമെൻറ്റ് പ്രിൻ്റ് വരും. അതല്ല 2x2 മെട്രിക്സ് പോലെ റോൻ്റെയും കോളത്തിൻ്റെയും നമ്പർ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ കറസ്പോണ്ടിങ് എലമെൻറ്റ് പ്രിൻ്റ് വരും. നെക്സ്റ്റ് ഹെഡിങ് ആണ് ലിസ്റ്റ് അലിയാസിങ് ആൻഡ് ക്ലോണിങ്. ഇതിൽ നമ്മളൊരു ലിസ്റ്റ് വേരിയബിളിനെ വേറൊരു വേരിയബിളിലേക്ക് അസൈൻ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതിന് പറയുന്ന പേരാണ് ലിസ്റ്റ് അലിയാസിങ്. ഒരു ലിസ്റ്റിനെ കോപ്പി ചെയ്യുന്നതിന് പറയുന്ന പേരാണ് ക്ലോണിങ്. അലിയാസിങ് പറയുമ്പോൾ ലിസ്റ്റ് ഈസ് ഈക്വൽ ടു 1 2 3, അലിയാസ് ഇസ് ഈക്വൽ ടു ലിസ്റ്റ്. പ്രിൻ്റ് അലിയാസ് കൊടുത്തു കഴിഞ്ഞാൽ ഈ സെയിം ലിസ്റ്റ് തന്നെ പ്രിൻ്റ് ആവുന്നത് കാണാം. ദെൻ അലിയാസ് ഓഫ് 1 ഈസ് ഈക്വൽ ടു 4 കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് പൊസിഷൻ അപ്ഡേറ്റ് ആയതും കാണാം. ദെൻ സെയിം ലിസ്റ്റിനെ തന്നെ നമ്മൾ പ്രിൻ്റ് ക്ലോൺ കൊടുത്തു കഴിഞ്ഞാൽ സെയിം 1 2 3 വന്നു. ഇനി ക്ലോൺ ഓഫ് 1 ഈക്വൽ ടു 4 എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒറിജിനൽ 1ൽ അത് എഡിറ്റിംഗ് വരില്ല, ക്ലോണിലാണ് അത് എഡിറ്റിംഗ് വരാം. ഇക്വാളിറ്റി ഓഫ് ലിസ്റ്റ് വന്നു കഴിഞ്ഞാൽ രണ്ട് ലിസ്റ്റ് ഈക്വൽ ആണെങ്കിൽ, അതായത് ഓരോ എലമെൻസും ഈക്വൽ ആണെങ്കിൽ മാത്രം അതിൻ്റെ ഔട്ട്പുട്ട് ട്രൂ വരും, അല്ലെങ്കിൽ ഔട്ട്പുട്ട് ഫോൾസ് ആവും. അപ്പോൾ ഒരു ലിസ്റ്റും അതിൻ്റെ അലിയാസും തമ്മിൽ ഇക്വാളിറ്റി ആണെങ്കിൽ അതിനെ നമ്മൾ ഒബ്ജക്റ്റ് ഐഡൻറ്റിറ്റി എന്നും, ലിസ്റ്റും അതിൻ്റെ ക്ലോണും തമ്മിൽ ഐഡൻറ്റിക്കൽ ആണെങ്കിൽ അതിനെ നമ്മൾ സ്ട്രക്ചറൽ ഇക്വലൻസ് എന്നും വിളിക്കും. സോ ഇത്രയാണ് ലിസ്റ്റിൻ്റെ പോർഷൻസ് വരുന്നത്. നെക്സ്റ്റ് വീഡിയോയിൽ ടപ്പിളിൻ്റെ പോർഷൻസ് എക്സ്പ്ലെയിൻ ചെയ്യാം. താങ്ക് യു.